ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന സെക്ഷൻ സൈമൾട്ടേനിയസ് ഇക്വേഷൻസ് ആണ്. ഇത് ബികോം S2 സിലബസ് അനുസരിച്ച് ഉള്ള മൊഡ്യൂൾ 3 ആയ ബേസിക് ഓൾജിബ്ര എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷനാണ്. സോ വാട്ട് ആർ സൈമൾട്ടേനിയസ് ഇക്വേഷൻസ്? വെൻ two or more equations are satisfied by the same values of unknown quantities, they are called simultaneous equations. എന്നോട് വായിക്കാം. When two or more equations are satisfied by the same values of unknown quantities, they are called simultaneous equation. Simultaneous equation എന്ന് പറഞ്ഞാൽ എന്താ, ഒരുപോലെ അല്ലെങ്കിൽ ഒന്നിന് പുറകെ ഒന്നായിട്ടെന്ന സൈമൾട്ടേനിയസ് എന്ന വാക്കിൻ്റെ അർത്ഥം. സോ ഇവിടെ പറയുന്നത് വെൻ ടു ഓർ മോർ ഇക്വേഷൻസ്, രണ്ടിൽ കൂടുതലോ ഇക്വേഷൻസ് ആർ സാറ്റിസ്ഫൈഡ് ബൈ ദ സെയിം വാല്യൂസ് ഓഫ് അൺനോൺ ക്വാണ്ടിറ്റീസ്, ആ ഇക്വേഷൻസ് ആ ഇക്വേഷൻസിനകത്തുള്ള അൺനോൺ ക്വാണ്ടിറ്റീസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന വാല്യൂസ് സെയിം ആണെങ്കിൽ ആ തരത്തിലുള്ള ഇക്വേഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സൈമൾട്ടേനിയസ് ഇക്വേഷൻസ്. ഇക്വേഷൻസ് എന്നാണ് പറഞ്ഞത്. അതായത് ഒന്നിൽ കൂടുതൽ എന്തുണ്ട്? ഇക്വേഷനുകളുണ്ട്. അതായത് ഒരു സെറ്റ് ഓഫ് ഇക്വേഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ സെറ്റ് ഓഫ് ഇക്വേഷനകത്തുള്ള അൺനോൺ ക്വാണ്ടിറ്റീസിൻ്റെ വാല്യൂ, എല്ലാ ഇക്വേഷനകത്തും സാറ്റിസ്ഫൈ ചെയ്യുന്ന അൺനോൺ ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ വേരിയബിൾസിൻ്റെ വാല്യൂ എന്തായിരിക്കും? സെയിം ആയിരിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഈ തന്നിരിക്കുന്ന ഇക്വേഷൻസിനെ ഒന്ന് നോക്കുക. x plus y is equal to 3 and 2x plus 4y is equal to 8. ഈ രണ്ട് ഇക്വേഷനുകളുടെയും പ്രത്യേകത, ഈ രണ്ട് ഇക്വേഷനുകളിലും ഉള്ള അൺനോൺ ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ വേരിയബിൾസ് ഏതൊക്കെയാണ്? എക്സും വൈയും. രണ്ടിടത്തും ഒരേ വേരിയബിൾസാണ് രണ്ട് ഇക്വേഷനകത്തും ഉള്ളത്. ഈ ഒരേ വേരിയബിൾസ് എക്സും വൈ എന്ന് പറയുന്ന വേരിയബിൾസിൻ്റെ പവർ എത്രയാണ്? രണ്ട് ഇക്വേഷനിലും 1 ആണ്. ദെയർഫോർ ഈ ഓരോ ഇക്വേഷനെ പറ്റിയും നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം ബോത്ത് ആർ ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ്. രണ്ട് ഇക്വേഷൻസും എന്താണ്? ലീനിയർ ഇക്വേഷൻസ് ആണ്. എത്ര വേരിയബിളിലുള്ള ലീനിയർ ഇക്വേഷൻ? 2 വേരിയബിൾസിലുള്ള ലീനിയർ ഇക്വേഷൻസ് ആണ്. ദെയർഫോർ രണ്ട് വേരിയബിൾസിലുള്ള എക്സിലും വൈയിലുമുള്ള ലീനിയർ ഇക്വേഷനുകളുടെ ഒരു സെറ്റാണ് തന്നിരിക്കുന്നത്. ഈ ഇക്വേഷനുകളിൽ let the value of x is given as 2 and the value of y is given as 1. Therefore ഈ എക്സിന് പകരം ഈ ഇക്വേഷനുകൾ ഞാൻ എന്ത് വാല്യൂ കൊടുക്കുന്നു? 2 എന്നും y എന്ന് പറയുന്ന വേരിയബിളിന് പകരം ഈ ഇക്വേഷനുകൾ ഞാൻ എന്ത് വാല്യൂ കൊടുക്കുന്നു? 1 എന്നും കൊടുക്കുന്നിരിക്കട്ടെ. ദാറ്റ് ഈസ് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 3 എന്ന് പറയുന്ന ഫസ്റ്റ് ഇക്വേഷനെ എനിക്ക് എങ്ങനെ എഴുതാം? 2 + 1 = 3. ആൻഡ് ദ സെക്കൻഡ് വൺ, അതായത് ഈ ഫസ്റ്റ് ഇക്വേഷനിൽ എക്സിന് പകരം 2ഉം വൈക്ക് പകരം 1ഉം കൊടുക്കുമ്പോൾ എന്തായി? ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വലായി 2 + 1 = 3. വാട്ട് അബൌട്ട് ദ സെക്കൻഡ് ഇക്വേഷൻ? 2 × 2 + 4 × 1, ദാറ്റ് ഈസ് 4 + 4 which is equal to 8. അപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞ കാര്യം, ഈ രണ്ട് ഇക്വേഷനുകൾ, രണ്ട് സെറ്റ് ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ് ആണ്. ഈ രണ്ട് ഇക്വേഷനുകളിലും എക്സിൻ്റെ വാല്യൂ ഞാൻ കൊടുത്തത് എന്താണ്? 2. വൈയുടെ വാല്യൂ ഞാൻ കൊടുത്തത് എന്താണ്? 1. അപ്പോൾ ഒരേ വാല്യൂസ്, എക്സിൻ്റെയും വൈയുടെയും സെയിം വാല്യൂസ് ഞാൻ ഈ രണ്ട് ഇക്വേഷനകത്ത് അപ്ലൈ ചെയ്യുമ്പോഴും എനിക്ക് എന്ത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്? ഈ രണ്ട് ഇക്വേഷൻ്റെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ആണെന്ന രീതിയിൽ ഇക്വേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. Therefore എനിക്ക് പറയാം ഇവിടെ എന്താണ്? രണ്ട് ഇക്വേഷനുകൾക്ക്, ഈ രണ്ട് സെറ്റ് ഓഫ് ഇക്വേഷൻ എന്താണ്? സൈമൾട്ടേനിയസ് ഇക്വേഷൻസ് ആണെന്ന് പറയാം. കാരണം ഈ സെറ്റ് ഓഫ് ഇക്വേഷനെ സംബന്ധിച്ച് എക്സിൻ്റെയും വൈയുടെയും ഒരേ സെറ്റ് വാല്യൂസ് ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. രണ്ട് ഇക്വേഷൻസിനകത്തും ഒരുപോലെ എനിക്ക് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഹെൻസ് ദ ഗിവൺ സെറ്റ് ഓഫ് ഇക്വേഷൻ റെപ്രസെൻറ്റ്സ് എ സെറ്റ് ഓഫ് സൈമൾട്ടേനിയസ് ഇക്വേഷൻസ്. ഇനി എന്താണ് സൈമൾട്ടേനിയസ് ഇക്വേഷൻ നമ്മൾ പറഞ്ഞു.
അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് സൈമൾട്ടേനിയസ് ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻസിനെ പറ്റിയാണ്. അതായത് സൈമൾട്ടേനിയസ് ഇക്വേഷൻസിനകത്ത് വന്നിട്ടുള്ള വേരിയബിൾസിൻ്റെ വാല്യൂസിനെ പറ്റിയാണ്. വാല്യൂസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്, റൂട്ട്സ് അഥവാ സൊല്യൂഷൻസ് എങ്ങനെ കണ്ടുപിടിക്കുന്നതിനെ പറ്റിയാണ് നെക്സ്റ്റ് ടോപ്പിക്ക് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ടു ഫൈൻഡ് എ സൊല്യൂഷൻ ഓഫ് എ സെറ്റ് ഓഫ് ലീനിയർ സൈമൾട്ടേനിയസ് ഇക്വേഷൻസ് ദ നമ്പർ ഓഫ് ഇക്വേഷൻസ് ഷുഡ് ബി ഈക്വൽ ടു ദ നമ്പർ ഓഫ് അൺനോൺസ് ഇൻ ദ ഗിവൺ ഇക്വേഷൻ. അതായത് നമുക്ക് ഇങ്ങനൊരു സെറ്റ് ഓഫ് സൈമൾട്ടേനിയസ് ഇക്വേഷൻ തന്നിട്ട് ആ സൈമൾട്ടേനിയസ് ഇക്വേഷൻസിനകത്തുള്ള സെയിം ആയിട്ട് വരുന്ന വേരിയബിൾസിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ആ ഇക്വേഷൻസ് ഒബേ ചെയ്യേണ്ട ഒരു കണ്ടീഷൻ ഇതാണ്, ദ നമ്പർ ഓഫ് ഇക്വേഷൻസ് ഷുഡ് ബി ഈക്വൽ ടു ദ നമ്പർ ഓഫ് അൺനോൺസ് ഇൻ ദ ഗിവൺ ഇക്വേഷൻ. തന്നിട്ടുള്ള ഇക്വേഷനുകളുടെ എണ്ണം ഷുഡ് ബി ഈക്വൽ ടു ദ നമ്പർ ഓഫ് അൺനോൺസ് ഓർ വേരിയബിൾസ് ഇൻ ദ ഗിവൺ ഇക്വേഷൻ. That is, the condition for finding the solution of linear simultaneous equation is that here the number of equations should be equal to the number of unknowns in the given equation. തന്നിട്ടുള്ള സെറ്റ് ഓഫ് ഇക്വേഷൻസിനെ സംബന്ധിച്ച് ഇവിടുത്തെ ആ സൈമൾട്ടേനിയസ് ഇക്വേഷൻസിൻ്റെ സെറ്റിലെ ഇക്വേഷനുകളുടെ എണ്ണവും ആ ഇക്വേഷനുകളിനകത്ത് ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിട്ടുള്ള അൺനോൺസ് അഥവാ വേരിയബിൾസ്, വില അറിയാത്ത ക്വാണ്ടിറ്റീസിൻ്റെ എണ്ണം എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ തന്നിട്ടുള്ള സെറ്റ് ഓഫ് സൈമൾട്ടേനിയസ് ഇക്വേഷനിൽ നിന്ന് അതിൻ്റെ അൺനോൺ ക്വാണ്ടിറ്റീസ് അഥവാ വേരിയബിൾസിൻ്റെ സൊല്യൂഷൻസ് അഥവാ റൂട്ട്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. The next section is the rules for the existence of solution. ഒരു സെറ്റ് ഓഫ് സൈമൾട്ടേനിയസ് ഇക്വേഷൻ നമുക്ക് തന്നു കഴിഞ്ഞാൽ ആ സൈമൾട്ടേനിയസ് ഇക്വേഷൻസിൻ്റെ സെറ്റിന് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ആ ഇക്വേഷൻസ് ചില റൂൾസ് ഫോളോ ചെയ്തിരിക്കണം. ആ റൂൾസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ ടോപ്പിക്ക് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്താ പറഞ്ഞത്, എന്താണ് സൈമൾട്ടേനിയസ് ഇക്വേഷൻ എന്ന് പറഞ്ഞു. രണ്ടാമതായിട്ട് പറഞ്ഞത് ഒരു സെറ്റ് ഓഫ് സൈമൾട്ടേനിയസ് ഇക്വേഷനും തന്നു കഴിഞ്ഞാൽ അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ടുള്ള കണ്ടീഷൻ, എത്ര നമ്പർ ഓഫ് ഇക്വേഷനാണോ ഉള്ളത് അത്രയും നമ്പർ ഓഫ് അൺനോൺസ് ആ ഇക്വേഷൻ്റെ സെറ്റിനകത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ, ആ തന്നിരിക്കുന്ന അൺനോൺസിൻ്റെ വാല്യൂസ് അഥവാ റൂട്ട്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഡിഫറെൻ്റ് ആണ്, നമ്പർ ഓഫ് ഇക്വേഷൻസിൻ്റെ എണ്ണവും സൊല്യൂഷനായിട്ട് കണ്ടുപിടിക്കേണ്ട അൺനോൺസിൻ്റെ എണ്ണവും ഡിഫറെൻ്റ് ആണെങ്കിൽ അവിടെ എന്ത് കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റില്ല, ഒരു വാല്യൂസ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതല്ല, എന്താണ് അവിടെ നമുക്ക് റൂട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഇമ്പോസിബിൾ. ആ തന്നിട്ടുള്ള ഇൻഫർമേഷൻ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റൂട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നാണ് അതിനർത്ഥം. നെക്സ്റ്റ് വൺ ഈസ് ദ റൂൾസ് ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് സൊല്യൂഷൻ. സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ട റൂൾസ്. ഒരു സെറ്റ് ഓഫ് സൈമൾട്ടേനിയസ് ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അവിടെ സൊല്യൂഷൻ ഉണ്ടാവുമോ ഇല്ലയോ, സൊല്യൂഷൻ്റെ എക്സിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതല്ല, ആ സെറ്റ് ഓഫ് ഇക്വേഷൻസിന് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യാനുള്ള കണ്ടീഷൻസ്, അതാണ് നമ്മളിവിടെ പറയുന്നത് റൂൾസ്. അതാണ് ഇവിടെ പറയുന്നത് ദ റൂൾസ് ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് സൊല്യൂഷനകത്ത് നമ്മൾ പറയുന്നത്. For the system of two linear equations in two unknowns, a1x plus b1y plus c1 is equal to 0 and a2x plus b2y plus c2 is equal to 0. എന്താ പറയുന്നത്, രണ്ട് അൺനോണുകൾ ഇൻക്ലൂഡ് ചെയ്യുന്ന അല്ലെങ്കിൽ രണ്ട് വേരിയബിൾസ് ഇൻക്ലൂഡ് ചെയ്യുന്ന രണ്ട് ലീനിയർ ഇക്വേഷൻസ് അടങ്ങിയ ഒരു സെറ്റ് ഓഫ് സൈമൾട്ടേനിയസ് ഇക്വേഷനാണ് നമ്മളുടെ മുൻപിലുള്ളതെന്നിരിക്കട്ടെ. എന്താ പറയുന്നത്, രണ്ട് വേരിയബിൾസായ എക്സും വൈയും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള രണ്ട് ഇക്വേഷൻസ്. ഇവിടെ നമ്പർ ഓഫ് അൺനോൺസ് എന്തിനോട് ഈക്വലാണ്, നമ്പർ ഓഫ് ഇക്വേഷൻസിനോട് ഈക്വലാണ്. ദെർഫോർ ഇത് എന്ത് ഒബേ ചെയ്യുന്നുണ്ട്, ദ കണ്ടീഷൻ ഫോർ ഫൈൻഡിങ് ദ സൊല്യൂഷൻ ഓഫ് ലീനിയർ സൈമൾട്ടേനിയസ് ഇക്വേഷൻ ഒബേ ചെയ്യുന്നുണ്ട്. നമ്മൾ ഒന്നുകൂടെ ഓർക്കേണ്ട ഒരു കാര്യം, ഈ സെക്ഷനകത്ത് നമുക്ക് പഠിക്കാനുള്ളതെല്ലാം എന്ത് തന്നെയാണ്, ലീനിയർ സൈമൾട്ടേനിയസ് ഇക്വേഷൻ്റെ കേസാണ്. അതായത് അവിടെ തന്നിട്ടുള്ള വേരിയബിൾസിൻ്റെ എല്ലാം തന്നെ പവർ എന്തായിരിക്കും, 1 ആയിരിക്കും. ലീനിയർ സൈമൾട്ടേനിയസ് ഇക്വേഷൻ്റെ കേസാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആ രീതിയിലുള്ള രണ്ട് അൺനോൺസിൻ്റെ ടേംസിലുള്ള എക്സും വൈയുടെ ടേമിലുള്ള രണ്ട് ലീനിയർ സെറ്റ് ഓഫ് ഇക്വേഷൻസിനെ കൺസിഡർ ചെയ്യുന്നു. ഇവിടെ a1
A2 എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്ന ഈ വേരിയബിളിൻ്റെ കോയിഫിഷ്യൻറ്റ്, B1 B2 എന്ന് പറയുന്നത് y എന്ന് പറയുന്ന വേരിയബിളിൻ്റെ കോയിഫിഷ്യൻറ്റ്, C1 C2 എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് ടേംസ്, വേരിയബിൾസ് ഒന്നുമില്ലാതെ കോൺസ്റ്റൻ്റ് ആയിട്ട് കിടക്കുന്ന ടേംസുകൾ എന്ന് വിളിക്കുന്നത് C1 C2 എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സെറ്റ് ഓഫ് സൈമൾട്ടേനിയസ് ഇക്വേഷനാണ് നമുക്ക് തരുന്നത്, ലീനിയർ സൈമൾട്ടേനിയസ് ഇക്വേഷനാണ് നമുക്ക് തരുന്നതെങ്കിൽ ഈ സെറ്റ് ഓഫ് സൈമൾട്ടേനിയസ് ഇക്വേഷൻ്റെ വേരിയബിൾസായ എക്സിൻ്റെയും വൈയുടെയും സൊല്യൂഷൻ അഥവാ റൂട്ട്സ് എക്സിസ്റ്റ് ചെയ്യാനുള്ള റൂൾസിനെ പറ്റിയാണ് ഇവിടെ നമ്മൾ പറയുന്നത്. ദെയർ അറൈസ് 3 കേസസ്. അങ്ങനെയുള്ള ഈ സിറ്റുവേഷൻ അനുസരിച്ച് 3 റൂൾസാണ് നമുക്കിവിടെ പഠിക്കുവാനായിട്ട് ഉള്ളത്. സോ ആ 3 റൂൾസും ഞാനൊരു ടേബിളായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് പ്രസൻറ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ടേബിൾ കൺസ്ട്രക്ഷൻ ആയിരിക്കും നല്ലതെന്ന് തോന്നുന്നു. സോ ദ ഫസ്റ്റ് റൂൾ ഈസ് A1 by A2 is equal to B1 by B2 is equal to C1 by is not equal to Z1 by C2. That is, നമ്മൾ ആദ്യമേ കൺസിഡർ ചെയ്ത ഈ ഒരു സെറ്റ് ഓഫ് ഇക്വേഷൻ അനുസരിച്ച് നമ്മൾ എന്താണ് പറഞ്ഞത്, A1 A2 എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ കോയിഫിഷ്യൻ്റ് ആണെന്നിരിക്കട്ടെ, B1 B2 എന്ന് പറയുന്നത് y എന്ന് പറയുന്ന വേരിയബിളിൻ്റെ കോയിഫിഷ്യൻസ് ആണെന്നിരിക്കട്ടെ, C1 C2 എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് ടേംസ് ആണെന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ അവയെ ബേസ് ചെയ്താണ് എന്ത് വരുന്നത്, ഈ റൂൾസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ആ ഇക്വേഷനകത്ത് എക്സിൻ്റെയും വൈയുടെയും വാല്യൂസ്, ആ ഇക്വേഷൻസും ആ സൈമൾട്ടേനിയസ് ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സിൻ്റെയും വൈയുടെയും വാല്യൂസ് എക്സിസ്റ്റ് ചെയ്യാൻ നിലനിൽക്കാനുള്ള റൂൾസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഇൻ ടേംസ് ഓഫ് ദിസ് A1 A2 B1 B2 ആൻഡ് C1 C2 ആണ്. അതിനകത്ത് ഫസ്റ്റ് കേസ് എന്താണ്? ഫസ്റ്റ് കേസ് പറയുന്നത്, ഇഫ് A1 by A2 ഈക്വൽ ടു B1 by B2 നോട്ട് ഈക്വൽ ടു C1 by C2. അതായത് A1 A2 എന്ന് പറയുന്നത് എന്തിൻ്റെ കോയിഫിഷ്യൻസ് ആണ്? എക്സിൻ്റെ കോയിഫിഷ്യൻസ്. എക്സ് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ കോയിഫിഷ്യൻസുകൾ തമ്മിലുള്ള റേഷ്യോ A1 by A2. B1 by B2 എന്ന് പറഞ്ഞാൽ y എന്ന് പറയുന്ന വേരിയബിളിൻ്റെ കോയിഫിഷ്യൻറ്റുകൾ തമ്മിലുള്ള റേഷ്യോ. ഓൾസോ C1 ആൻഡ് C2 ആർ കോൺസ്റ്റൻറ്റ് ടേംസ്. കോൺസ്റ്റൻറ്റ് ടേമുകൾ തമ്മിലുള്ള റേഷ്യോ. ഇവ മൂന്നും കൊണ്ടുള്ള റേഷ്യോ നമ്മൾ കൺസിഡർ ചെയ്യണം. ദാറ്റ് ഈസ് A1 by A2 B1 by B2 ആൻഡ് C1 by C2. നമുക്ക് ഫോളോ ചെയ്യേണ്ട റൂൾ ഇതാണ്, ഇഫ് A1 by A2 ഈക്വൽ ടു B1 by B2 ആൻഡ് നോട്ട് ഈക്വൽ ടു C1 by C2, ഈ കണ്ടീഷൻ എക്സിസ്റ്റ് ചെയ്യുന്നത് ഒബേ ചെയ്യുമെന്നുണ്ടെങ്കിൽ, which means the meaning is the system has no solution or the system is inconsistent. ഈ ഒരു റൂളാണ് ആ തന്നിരിക്കുന്ന സെറ്റ് ഓഫ് ഇക്വേഷൻസ് ഒബേ ചെയ്യുന്നതെങ്കിൽ ആ തന്നിട്ടുള്ള സെറ്റ് ഓഫ് ഇക്വേഷൻ അല്ലെങ്കിൽ ആ സിസ്റ്റത്തിന് എന്തില്ല, സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും. ഇറ്റ് ഹാസ് നോ സൊല്യൂഷൻ. അങ്ങനെ വേരിയബിൾസിൻ്റെ വാല്യൂ എക്സിൻ്റെയും വൈയുടെയും വാല്യൂസ് അവിടെ എന്തില്ല, എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെ എക്സിൻ്റെയും വൈയുടെയും വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല. അത് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. ആ നോ സൊല്യൂഷൻ എന്ന് പറയുന്നതിൻ്റെ വേറൊരു ടേം, അങ്ങനെ നമ്മൾ പറയുന്നതിന് പകരം മാത്തമാറ്റിക്കലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേറൊരു ടേമാണ് ദ സിസ്റ്റം ഈസ് ഇൻകൺസിസ്റ്റൻ്റ്. അതായത് ആ സെറ്റ് ഓഫ് സൈമൾട്ടേനിയസ് ഇക്വേഷൻസ് എന്താണ്, ഇൻകൺസിസ്റ്റൻ്റ് ആണ്, കൺസിസ്റ്റൻ്റ് അല്ല. അതിൻ്റെ ജോമെട്രിക് ഇൻ്റർപ്രിട്ടേഷൻ, അതായത് ജോമെട്രിക്കലായിട്ട് നമ്മൾ ഈ തന്നിരിക്കുന്ന സെറ്റ് ഓഫ് ഇക്വേഷൻസിനെ ഒരു ഗ്രാഫായിട്ട് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ആ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഈ കണ്ടീഷൻ ഒബേ ചെയ്യുന്ന A1 by A2 ഈക്വൽ ടു B1 by B2 നോട്ട് ഈക്വൽ ടു C1 by C2 എന്ന് പറയുന്ന കണ്ടീഷൻ ഒബേ ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് ഇക്വേഷൻസിനെ, ആ സെറ്റ് ഓഫ് ഇക്വേഷൻ അനുസരിച്ച് നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ ദ ഗ്രാഫ് റെപ്രസെൻറ്റ്സ് 2 പാരലൽ സ്ട്രെയിറ്റ് ലൈൻസ്. ആ ഗ്രാഫ് എപ്പോഴും എന്തിനെ റെപ്രസെൻ്റ് ചെയ്യും, 2 പാരലൽ സ്ട്രെയിറ്റ് ലൈൻസിനെ റെപ്രസെൻ്റ് ചെയ്യും. അതായത് 2 ഇക്വേഷൻസ് ആണല്ലോ ഇവിടെ നമ്മൾ 2 അൺനോൺസും 2 ഇക്വേഷൻസും ഉള്ള കേസാണ് എടുക്കുന്നത്. എക്സ് എന്നും വൈ എന്ന് പറയുന്ന 2 അൺനോൺസും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 2 ഇക്വേഷൻസും ഉള്ള കേസാണ് എടുക്കുന്നത്. അപ്പോൾ ആ തന്നിട്ടുള്ള 2 ഇക്വേഷൻസും എങ്ങനെയായിരിക്കും വരുന്നത്, ഓരോ സ്ട്രെയിറ്റ് ലൈൻസ് ആയിട്ട്. എന്ത് തരത്തിലുള്ള സ്ട്രെയിറ്റ് ലൈൻസ്, പാരലൽ സ്ട്രെയിറ്റ് ലൈൻസ്. പാരലൽ മീൻസ് ഒരേ അകലത്തിൽ എന്ത് ചെയ്യുന്നു, മൂവ് ചെയ്യുന്ന, തമ്മിൽ എന്ത് ചെയ്യുന്നില്ല, കൂട്ടിമുട്ടാത്ത ഒരേ അകലത്തിൽ മൂവ് ചെയ്യുന്ന പാരലൽ സ്ട്രെയിറ്റ് ലൈൻസ് ആയിരിക്കും എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്, ആ തന്നിട്ടുള്ള സെറ്റ് ഓഫ് ഇക്വേഷൻസ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആ
ഈ റൂള് ഒബേ ചെയ്യുന്ന ഒരു എക്സാമ്പിൾ സെറ്റ് ഓഫ് ഇക്വേഷനാണ് ഏത്? എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 3 ആൻഡ് 2x പ്ലസ് 2y ഇസ് ഈക്വൽ ടു 7. ആ എക്സാമ്പിൾ ഒന്ന് നോക്കുക. എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 3 ആൻഡ് 2x പ്ലസ് 2y ഇസ് ഈക്വൽ ടു 7. ആ എക്സാമ്പിൾ നമ്മൾ തന്നിട്ടുള്ള റൂള് ഫോളോ ചെയ്യുന്നോ ഇല്ലയോ എന്നുള്ളതാണ്. അതിനനുസരിച്ച് ആ സിസ്റ്റത്തിന് സൊല്യൂഷൻ ഉണ്ടോ ഇല്ലയോ, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മളൊന്ന് വെരിഫൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിട്ടുള്ള സെറ്റ് ഓഫ് ഇക്വേഷൻസ്. നമ്മുടെ റൂൾ എന്തായിരുന്നു? a1x പ്ലസ് b1y പ്ലസ് c1 ഇസ് ഈക്വൽ ടു 0യും a2x പ്ലസ് b2y പ്ലസ് c2 ഇസ് ഈക്വൽ ടു 0യും ആണെന്നിരിക്കട്ടെ നമുക്ക് തന്നിട്ടുള്ള ലീനിയർ ഇക്വേഷൻസ്. ഈ തന്നിട്ടുള്ള സെറ്റിൻ്റെ പ്രത്യേകത എന്താ? ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ആണ് എന്ത് വന്നേക്കുന്നത്? ടേംസ് എല്ലാം വന്നിരിക്കുന്നത്. റൈറ്റ് ഹാൻഡ് സൈഡ് രണ്ടിടത്തും എന്താണ്? 0 ആണ്. അപ്പോൾ നമ്മൾ റൂള് നമ്മൾ നോക്കുമ്പോഴത്തേക്കും അവിടെ നമുക്ക് ആദ്യം തന്നിട്ടുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണോ അതെല്ലാം എന്തായിരിക്കണം? ശരിയാകുന്ന രീതിയിൽ എടുത്താൽ മാത്രമേ എന്ത് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ? ഈ റൂള് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള സാധിക്കും. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ നമുക്ക് ആദ്യം ആ റൂള് പറഞ്ഞു തുടങ്ങിയപ്പോൾ നമ്മൾ രണ്ട് ലീനിയർ ഇക്വേഷൻസ് നമ്മൾ എടുത്ത് സൈമൾട്ടേനിയസ് ഇക്വേഷൻസ് നമ്മൾ എടുത്തായിരുന്നു. അത് ആ ഇക്വേഷൻസിൻ്റെ പ്രത്യേകത എന്താ? റൈറ്റ് ഹാൻഡ് സൈഡ് 0 വരുന്ന രീതിയിൽ വേരിയബിൾസും കോൺസ്റ്റൻറ്റ് ടേംസും ഇവിടെ തന്നെ വരുന്നു. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന രീതിയിലുമാണ് നമ്മൾ എന്തെടുത്ത് ആ ലീനിയർ ഇക്വേഷൻസിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ലീനിയർ ഇക്വേഷൻസ് വരുന്നതെങ്കിൽ ദെൻ a1/a2 ഈക്വൽ ടു b1/b2 നോട്ട് ഈക്വൽ ടു c1/c2 ആണെങ്കിൽ ഇതിൻ്റെ സിസ്റ്റം ഈസ് ഇൻകൺസിസ്റ്റൻ്റ് എന്നാണ് പറഞ്ഞത്. ദെർഫോർ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻസിൻ്റെ ഫോം എന്താണ്? എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 3 ആൻഡ് 2x പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 7. ആ തന്നിരിക്കുന്ന ആ ഫോമാറ്റിനെ എങ്ങോട്ട് മാറ്റിയെടുക്കണം? റൈറ്റ് ഹാൻഡ് സൈഡ് 0 ആവുന്ന രീതിയിലായി നമ്മൾ എന്ത് എഴുതണം? മാറ്റി എഴുതിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നമുക്ക് ആവശ്യമുള്ള റൂള് അപ്ലൈ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വെരിഫൈ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ ഞാൻ ചെയ്യുന്നത് ഇവിടുത്തെ റൈറ്റ് ഹാൻഡ് സൈഡ് 0 ആക്കാൻ 3 ഞാൻ എന്താ കോൺസ്റ്റൻ്റ് ടേമായി 3 എനിക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകണം. Therefore 3 become -3 and 7 become -7. Therefore the given set of equations can be modified as x plus y is -3 is equal to 0 and 2x plus 2y minus 7 is equal to 0. ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഫോർമാറ്റിലേക്ക് എന്തോ മാറിക്കഴിഞ്ഞു? ആ സെറ്റ് സൈമൾട്ടേനിയസ് ഇക്വേഷൻസിൻ്റെ സെറ്റ് മാറിക്കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് നോക്കുക? a1 a2 b1 b2 c1 c2 എന്നിവയുടെ വാല്യൂസിനെ നോക്കുക. ദ വാല്യൂ ഓഫ് a1 ഈസ് 1. എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് ഫസ്റ്റ് ഇക്വേഷൻ്റെ കോഎഫിഷ്യൻറ്റ് ഓഫ് എക്സ് ഈസ് 1 ആൻഡ് ദാറ്റ് ഓഫ് the second equation is 2. Therefore a2 is equal to 2. What about the coefficient of y in the first equation? That is b1 is equal to 1 and the coefficient of y in the second equation b2 is equal to 2. What about the constant terms? In the first equation the constant term is -3, in the second equation the constant term is -7. Therefore a1/a2 become 1/2, b1/b2 become 1/2 and c1/c2 become -3/7. From mere observation we can say that 1/2 is equal to 1/2 which is not equal to -3/7. Hence നമുക്ക് എന്ത് പറയാം? ഇവിടെ ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു? a1/a2 equal to b1/b2 not equal to c1/c2. Therefore നമുക്ക് എന്ത് പറയാം? ദ ഗിവൺ സിസ്റ്റം ഈസ് ഇൻകൺസിസ്റ്റൻ്റ്. തന്നിട്ടുള്ള സിസ്റ്റം ഓഫ് ഇക്വേഷൻസിന് എന്തില്ല? സൊല്യൂഷൻ ഇല്ല. അതായത് എക്സിൻ്റെയും ഈ തന്നിട്ടുള്ള സിസ്റ്റം അനുസരിക്കുന്ന എക്സിൻ്റെയും വൈയുടെയും വാല്യൂസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അഥവാ ദ സിസ്റ്റം ഈസ് ഇൻകൺസിസ്റ്റൻ്റ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 3 ആവുകയും 2x പ്ലസ് 2y ഈസ് ഈക്വൽ ടു 7 ആവുകയും രണ്ട് കണ്ടീഷൻസ് ഒരേ സമയം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു എക്സിൻ്റെയും വൈയുടെയും വാല്യൂ നമുക്ക് എവിടെ കണ്ടുപിടിക്കാൻ പറ്റില്ല? ഈ തന്നിട്ടുള്ള ഡേറ്റ അനുസരിച്ച് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല. And the second rule is if a1/a2 not equal to b1/b2. ഇവിടെ നമുക്ക് എന്തിൻ്റെ കാര്യത്തിൽ എന്തിൻ്റെ എക്സിസ്റ്റൻസ് ആവശ്യമില്ല? c1ൻ്റെയും c2ൻ്റെയും ആവശ്യമില്ല. ദാറ്റ് ഈസ് കോൺസ്റ്റൻറ്റ് ടേംസിൻ്റെ പ്രസൻസ് ഇല്ലാതെയാണ് ഏത് റൂള് വന്നിരിക്കുന്നത്? ഈ സെക്കൻഡ് റൂള് വന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് a1/a2 നോട്ട് ഈക്വൽ ടു b1/b2. അതായത് എക്സ് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ കോഎഫിഷ്യൻറ്റുകളുടെ റേഷ്യോയും y എന്ന് പറയുന്ന വേരിയബിളിൻ്റെ കോഎഫിഷ്യൻറ്റുകളുടെ റേഷ്യോയും സെയിം അല്ലാന്നിരിക്കട്ടെ, നോട്ട് ഈക്വൽ ആണെന്നിരിക്കട്ടെ. ദിസ് മീൻസ് the system is consistent.
കൺസിസ്റ്റൻറ്റ് മീൻസ് ദെയർ എക്സിസ്റ്റ് എ സൊല്യൂഷൻ, ഒരു സൊല്യൂഷൻ്റെ പ്രസൻസ് അഥവാ എക്സിസ്റ്റൻസ് നിലനിൽപ്പ് ഉണ്ട്. ആൻഡ് ദ സൊല്യൂഷൻസ് ആർ ഇൻഡിപെൻഡൻറ്റ്, അവിടെ ഒരു സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അതുകൂടാതെ സൊല്യൂഷൻസ് എന്തായിരിക്കും, ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും, തമ്മിൽ ഡിപ്പെൻഡൻറ്റ് അല്ലായിരിക്കും. അതാ പറയുന്നത് ഫസ്റ്റ് റൂൾ അനുസരിച്ച് എന്തായിരുന്നു, A1/A2 ഈക്വൽ ടു B1/B2 വിച്ച് ഇസ് നോട്ട് ഈക്വൽ ടു C1/C2, ദെൻ ദി സിസ്റ്റം ഹാസ് നോ സൊല്യൂഷൻ, അവിടെ എന്തില്ല, സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ആൻഡ് ദ സെക്കൻഡ് കേസ് A1/A2 നോട്ട് ഈക്വൽ ടു B1/B2, ദെൻ ദ സിസ്റ്റം ഈസ് കൺസിസ്റ്റൻറ്റ്, അതായത് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് ആ എക്സിസ്റ്റ് ചെയ്യുന്ന സൊല്യൂഷൻസ് എന്തായിരിക്കും, ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. What about the geometric explanation or geometric interpretation? The graphical representation is two straight lines that intersect at one point. അതായത് ഈ തന്നിട്ടുള്ള സൈമൾട്ടേനിയസ് ഇക്വേഷൻ അഥവാ ഈ കണ്ടീഷൻ ഫോളോ ചെയ്യുന്ന സൈമൾട്ടേനിയസ് ഇക്വേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, അവയുടെ ഗ്രാഫ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ, ആ തന്നിട്ടുള്ള ഇക്വേഷൻ റെപ്രസെൻ്റ് ചെയ്യുന്ന ഗ്രാഫ് എന്തായിരിക്കും, ദേ ആർ ടു സ്ട്രെയിറ്റ് ലൈൻസ് ദാറ്റ് ഇൻ്റർസെക്റ്റ് അറ്റ് വൺ പോയിന്റ്. ഒരു പോയിന്റിൽ കൂട്ടിമുട്ടുന്ന, മിനിമം ഒരു പോയിന്റിലെങ്കിലും കൂട്ടിമുട്ടുന്ന രണ്ട് വ്യത്യസ്ത സ്ട്രെയിറ്റ് ലൈനുകളായിരിക്കും എന്തിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത്, ഈ റൂള് ഫോളോ ചെയ്യുന്ന രീതിയിലുള്ള ഇക്വേഷൻസിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ആ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആ പോയിന്റ്, ഇപ്പോൾ ഈ പോയിന്റിലാണല്ലോ രണ്ട് സ്ട്രെയിറ്റ് ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്, ആ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ്സ് ആയിരിക്കും എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻസ് അഥവാ റൂട്ട്സ് ഓഫ് ദ സൈമൾട്ടേനിയസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ദെർഫോർ ഈ രണ്ട് ഡിഫറെൻറ്റ് സ്ട്രെയിറ്റ് ലൈൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻസ് എങ്കിൽ, അവ കൂട്ടിമുട്ടുന്ന പോയിൻ്റായ ഈ XY ആണെന്ന് പറയുന്നത് ആ ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റാണ് എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ആ വാല്യൂസാണ് നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻസ് അഥവാ റൂട്ട്സ് ഓഫ് ദ സൈമൾട്ടേനിയസ് ഇക്വേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. An example for this rule is x plus y is equal to 3 and 3x plus y is equal to 8. നമുക്ക് തന്നിട്ടുള്ള ആ റൂൾ അനുസരിച്ച് ഈ എക്സാമ്പിൾ ഞാനൊന്ന് വെരിഫൈ ചെയ്യുകയാണെങ്കിൽ, that is x plus y is equal to 3 and 3x plus y is equal to 8. ഈ തന്നിരിക്കുന്ന ഫോർമാറ്റ് ഓഫ് സൈമൾട്ടേനിയസ് ഇക്വേഷൻ നമുക്ക് റൂൾ അപ്ലൈ ചെയ്യാനുള്ള ഫോർമാറ്റിലല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ എന്തിലേക്ക് മാറ്റണം, എനിക്ക് ആവശ്യമുള്ള ഫോർമാറ്റിലേക്ക്, ദാറ്റ് ഈസ് A1x plus B1y plus C is equal to 0 and A2x plus B2y plus C is equal to 0. റൈറ്റ് ഹാൻഡ് സൈഡ് 0 ആവുന്ന രീതിയിലേക്ക് ഞാൻ എന്തിനെ മാറ്റണം, ആ തന്നിട്ടുള്ള സൈമൾട്ടേനിയസ് ഇക്വേഷൻ്റെ ഫോർമാറ്റിനെ മാറ്റണം. ദർഫോർ അങ്ങനെ ഞാൻ ചേഞ്ച് കൊടുത്തതാണ് ഇവിടെ കാണിക്കുന്നത്. എക്സ് പ്ലസ് വൈ മൈനസ് 3 is equal to 0 and 3x plus y minus 8 is equal to 0. ഇനി നമുക്ക് എന്ത് നോക്കാം, A1, A2, B1, B2 എന്നിവയുടെ വാല്യൂസിനെ ഒന്ന് കൺസിഡർ ചെയ്യാം. ഹിയർ A1 is equal to 1, A2 is equal to 3. What about B1 and B2? B1 is equal to 1, B2 is equal to 1. Therefore, we can say that A1 by A2 is equal to 1 by 3 and B1 by B2 is equal to 1 by 1. It is clear that 1 by 3 not equal to 1 by 1. That is A1 by A2 is not equal to B1 by B2. Hence, from the above rule, we can say that the system is consistent. That is, there exists a solution for the system. There exist values x and y such that the two simultaneous the two equations will satisfy simultaneously and the solutions are independent. ഇവിടെ നമ്മൾ സൊല്യൂഷൻസ് ഏതൊക്കെയാണെന്നല്ല കണ്ടുപിടിക്കുന്നത്, എന്താണ് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്ത് കൺഫേം ചെയ്യാനുള്ള റൂൾസ് മാത്രം നമ്മൾ പറയുന്നത്. അപ്പോൾ അവിടെ ഈ കണ്ടീഷൻ ഒബേ ചെയ്യുമെന്നുണ്ടെങ്കിൽ ആ സിസ്റ്റം എന്താണ്, കൺസിസ്റ്റൻ്റ് ആണ്, സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ കണ്ടുപിടിക്കുന്ന ആ സൊല്യൂഷൻസ് എന്തുമായിരിക്കും, ദേ ആർ ഇൻഡിപെൻഡൻറ്റ് ആയിരിക്കും. ആൻഡ് ദ തേർഡ് ആൻഡ് ദ ലാസ്റ്റ് റൂൾ is if A1 by A2 equal to B1 by B2 equal to C1 by C2. അതായത് x എന്ന് പറയുന്ന വേരിയബിളിൻ്റെ കോഎഫിഷ്യൻറ്റുകളുടെ റേഷ്യോയും y എന്ന് പറയുന്ന വേരിയബിളിൻ്റെ കോഎഫിഷ്യൻറ്റുകളുടെ റേഷ്യോയും കോൺസ്റ്റൻറ്റ് ടേമുകളുടെ കോഎഫിഷ്യൻറ്റുകളുടെ റേഷ്യോയും സെയിം ആണെന്നിരിക്കട്ടെ, then that means the system is consistent, has infinite number of solutions and the solutions are
ഡിപ്പെൻഡൻറ്റ്. ആ തന്നിട്ടുള്ള സിസ്റ്റം എന്താണെന്ന് കൺസിസ്റ്റൻ്റ് ആയിരിക്കും. അതിന് എന്ത് എക്സിസ്റ്റ് ചെയ്യും? സൊല്യൂഷൻസ് എക്സിസ്റ്റ് ചെയ്യും. എത്ര സൊല്യൂഷൻസ് എക്സിസ്റ്റ് ചെയ്യും? ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് എക്സിസ്റ്റ് ചെയ്യും. ഇഷ്ടം പോലെ സൊല്യൂഷൻ. നമ്മൾ സെക്കൻഡ് പാർട്ടിൽ പറഞ്ഞ എന്തുമാത്രം കൺസിസ്റ്റൻ്റ് ആണ്. കൺസിസ്റ്റൻ്റ് ആണെന്ന് സൊല്യൂഷൻസ് എക്സിസ്റ്റ് ചെയ്യും. ഒരെണ്ണം ആകാം അല്ലെങ്കിൽ ഇൻഫിനിറ്റ് നമ്പർ. അവ എത്ര ആണെന്നുള്ളതിന് ഉറപ്പില്ല. പക്ഷേ ഈ കണ്ടീഷനാണ് റൂളാണ് ഒബേ ചെയ്യുന്നതെങ്കിൽ ദ സിസ്റ്റം വിൽ ബി കൺസിസ്റ്റൻറ്റ് ആൻഡ് ഹാസ് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ. ഇഷ്ടം പോലെ സൊല്യൂഷൻ, ഫൈനൈറ്റ് ഇല്ലാത്ത ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് അവിടെ എക്സിസ്റ്റ് ചെയ്യും. അതുകൂടാതെ സൊല്യൂഷൻസിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ദി സൊല്യൂഷൻസ് ആർ ഡിപ്പെൻഡൻറ്റ്. ആ എല്ലാ സൊല്യൂഷൻസും ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് എക്സിസ്റ്റ് ചെയ്യുന്ന ആ എല്ലാ സൊല്യൂഷൻസും തമ്മിൽ എന്തായിരിക്കും? ഡിപ്പെൻഡൻറ്റ് സൊല്യൂഷൻസ് ആയിരിക്കും. What about the graphical interpretation? The graph represents two coincident straight lines. Coincident straight lines എന്ന് പറഞ്ഞാൽ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് എല്ലാ പോയിൻറ്റ്സും കോയിൻസൈഡ് ചെയ്യുന്ന രീതിയിലുള്ള സ്ട്രെയിറ്റ് ലൈൻസ്. ഒരു വരയുടെ മുകളിൽ മറ്റൊരു വര വരച്ച, ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ മുകളിൽ മറ്റൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കഴിഞ്ഞാൽ ആ രീതിയിലുള്ള സ്ട്രെയിറ്റ് ലൈൻസ് ആയിരിക്കും എന്ത് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഈ റൂള് ഫോളോ ചെയ്യുന്ന സൈമൾട്ടേനിയസ് ലീനിയർ ഇക്വേഷൻസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 3 ആൻഡ് 2x പ്ലസ് 2y ഇസ് ഈക്വൽ ടു 6. ലെറ്റ്സ് അനലൈസ് ദ ഫോളോയിങ് ഇക്വേഷൻ. ഈ ഒരു എക്സാമ്പിളിനെ നമ്മളൊന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 3 ആൻഡ് 2x പ്ലസ് 2y ഇസ് ഈക്വൽ ടു 6. അത് ഞാൻ എൻ്റെ ആവശ്യമുള്ള ഫോർമാറ്റിലേക്ക് തരും. റൈറ്റ് ഹാൻഡ് സൈഡ് 0 ആകുന്ന രീതിയിലേക്ക് ഞാൻ എന്തെടുക്കുന്നു? ആ ഇക്വേഷൻസിനെ ഞാൻ മാറ്റി എഴുതുന്നു. ദാറ്റ് ഈസ് എക്സ് പ്ലസ് വൈ മൈനസ് 3 ഇസ് ഈക്വൽ ടു 0 ആൻഡ് 2x പ്ലസ് 2y മൈനസ് 6 ഇസ് ഈക്വൽ ടു 0. What about the values of a1, a2, b1, b2 and c1, c2? Here a1 is equal to 1, a2 is equal to 2, b1 is equal to 1, b2 is equal to 2, c1 is equal to minus 3 and c2 is equal to minus 6. Therefore a1 by a2 is the ratio 1 by 2, b1 by b2 represents the ratio 1 by 2 and c1 by c2 represents the ratio minus 3 by minus 6. Here a1 by a2, 1 by 2 is equal to b1 by b2, that is 1 by 2. What about the ratio minus 3 by minus 6, that is c1 by c2? Here minus 3 by minus 6, ഈ റേഷ്യോയുടെ പ്രത്യേകത ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മൾട്ടിപ്പിൾ ടേമിൽ കിടക്കുന്ന റേഷ്യോ ആണ്. അതായത് ഒരു റേഷ്യോ എന്ന് പറയുമ്പോഴത്തേക്കും എപ്പോഴും സ്മോളസ്റ്റ് ടേമിൽ വേണം എന്ത് കിടക്കാനായിട്ട്? എല്ലാ നമ്പേഴ്സും അതിൻ്റെ സ്മോളസ്റ്റ് ടേമിൽ വേണം ആ ഫ്രാക്ഷൻ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട്. ഈ റേഷ്യോയുടെ പ്രത്യേകത ഇവിടെ 3 എന്ന് പറയുന്ന വാല്യൂ ന്യൂമറേറ്ററിലും പ്രസൻ്റ് ആണ്, ഡിനോമിനേറ്ററിലും പ്രസൻ്റ് ആണ്. സോ അതിന് നമ്മൾ എന്ത് ചെയ്യണം? ആ 3 എന്ന് പറയുന്ന വാല്യൂവിനെ, 3 എന്ന് പറയുന്ന മൾട്ടിപ്പിളിനെ രണ്ടിടത്തും എന്ത് ചെയ്യണം? എലിമിനേറ്റ് ചെയ്യണം. ബിഫോർ ദാറ്റ് ഇവിടെ നോക്കുക, മൈനസ് 3 ബൈ മൈനസ് 6. ഇവിടെ ന്യൂമറേറ്ററിൽ എന്തുണ്ട്? ഒരു നെഗറ്റീവ് സൈൻ ഉണ്ട്. ഡിനോമിനേറ്ററിൽ എന്തുണ്ട്? ഒരു നെഗറ്റീവ് സൈൻ ഉണ്ട്. ദാറ്റ് ഈസ് നെഗറ്റീവ് ബൈ നെഗറ്റീവ് ഇറ്റ് ബിക്കം പോസിറ്റീവ്. രണ്ട് നെഗറ്റീവ്സും കൂടെ എന്ത് ചെയ്ത് പോകും? ക്യാൻസൽ ചെയ്ത് പോയിട്ട് ദ റിസൾട്ടൻറ്റ് ബിക്കം പോസിറ്റീവ്. വാട്ട് അബൌട്ട് ദ multiple? It can be cancelled out as 3 ones are 3 and what about 6? 3 twos are 6. Hence we can write the ratio minus 3 by minus 6 of the form, the smallest ഫോമിൽ എങ്ങനെ എഴുതാം? ഇതിനെ 1 by 2 എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. Hence we can say that a1 by a2 is equal to b1 by b2 is equal to c1 by c2. Therefore here according to the rule the meaning become the system is consistent and has infinite number of solutions. തന്നിട്ടുള്ള system of equations, that is x plus y is equal to 3 and 2x plus 2y is equal to 6 എന്ന് പറയുന്ന ഈ രണ്ട് വേരിയബിൾസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഈ രണ്ട് ഇക്വേഷൻസ് അടങ്ങിയ ആ സൈമൾട്ടേനിയസ് ഇക്വേഷൻ്റെ സെറ്റ് എന്താണ്? കൺസിസ്റ്റൻ്റ് ആണ്. സൊല്യൂഷൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുമുണ്ട്. കൂടാതെ എന്താണ്? there exists infinite number of solutions. ഒന്നിൽ കൂടുതൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. So that's all for the section today. Thank you.